പറഞ്ഞിരുന്നത് ഒരാഴ്ചത്തെ റെസ്റ്റ് പീരീഡ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം സ്റ്റിച്ച് വെട്ടി, ഉള്ളിൽ ആയിരുന്നു സ്റ്റിച്ച്, അത് വെട്ടി. പിന്നെ ഇപ്പം മാസ്ക് ഇടണം, ഇൻഫെക്ഷൻ വരാതെ നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിയാവുന്ന ദിവസങ്ങളിലൊക്കെ, അടുപ്പിച്ച ദിവസങ്ങളിലൊക്കെ മാസ്ക് ഇട്ടിട്ട് തന്നെയായിരുന്നു ഇറങ്ങിയിരുന്നത്. പിന്നെ ഇപ്പം ഇങ്ങനൊരു പരിപാടിയൊക്കെ ആയതുകൊണ്ട് മണ്ഡലത്തിലല്ലെങ്കിലും സജീവമായിട്ടുണ്ട്. റെസ്റ്റ് പീരീഡ് പറഞ്ഞ സമയത്ത് മാറി നിൽക്കേണ്ടി വന്നതല്ലാതെ പോലീസ് നടപടിയിൽ കൊടുത്ത പരാതികളിൽ എന്തെങ്കിലും തുടർ നടപടികൾ സ്വീകരിച്ചതായിട്ടാണ് പാർട്ടിയായിട്ടും UDF നേതൃത്വമായിട്ട് ആലോചിച്ചിട്ട് തീർച്ചയായിട്ടും തുടർ നടപടികൾ സ്വീകരിക്കും. പോലീസ് നടപടിയൊന്നും എടുക്കുന്ന ലക്ഷണത്തിലല്ല. എൻ്റെ കാര്യവും കാരണമൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പം ഞാൻ അതിൻ്റെ കുറച്ച് വിശദാംശങ്ങളും കൂടെ അടുത്ത ദിവസങ്ങളിൽ പിന്നെ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പാർട്ടി UDF നേതൃത്വമായിട്ട് ആലോചിച്ചിട്ട് ഞങ്ങളുടെ പരാതികൾ നീതി ലഭ്യമാക്കാനുള്ള ലീഗലി പൊളിറ്റിക്കലി ഉള്ള ഞങ്ങളുടെ ഫൈറ്റിൻ്റെയും തുടർ കാര്യങ്ങൾ ലീഡർഷിപ്പുമായിട്ട് ആലോചിച്ചിട്ട് അനൗൺസ് ചെയ്യും. അതിന്റെ ആരോപണവിധേയനായിട്ടുള്ള CI അഭിലാഷ് ഡേവിഡ് അങ്ങേക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ അതിനൊന്നും ഞാൻ പ്രതികരിക്കുന്നില്ല. പക്ഷെ ഇപ്പം ഇന്നലെ മറിച്ചും പറയുന്നതൊക്കെ കേട്ടായിരുന്നു. നിയമ നടപടി ആർക്കെതിരെയാണോ സ്വീകരിക്കേണ്ടത് അവർക്കെതിരെ നിയമ നടപടിയായിട്ട് പോകും, കുറ്റം ചെയ്തവർക്കെതിരെ. കൺമുന്നിലുള്ളത് കാണാൻ എന്തിന് ഫിലാഡൽഫിയ വരെ പോണം? ഫരീദ ഓപ്റ്റിക്സ് ഉള്ളപ്പോൾ ഇനി കാഴ്ചകൾക്കും തെളിമയേറും. ഫരീദ ഓപ്റ്റിക്സ് വടകര, ഇനി എല്ലാം തെളിഞ്ഞു കാണാം.